വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് മൊത്തം മാറ്റാൻ സാധിക്കുമോ? യെസ്, തീർച്ചയായിട്ടും സാധിക്കും. ഫസ്റ്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ഇദ്ദേഹമാണ് എഡ്ഡി ഹോൾ. ആദ്യമായിട്ട് നമ്മുടെ ഒരു ലോകത്തിൽ 500 കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ്. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. 500 kg. 500 kg ഒരു കുതിരയുടെ ഭാരമാണ്. അതുപോലെ ഒരു കരടിയും 500 കിലോ ഉണ്ടായിരിക്കും. ഒരു ട്രക്കിന്റെ എഞ്ചിനും 500 കിലോ ഉണ്ടായിരിക്കും. 10 ആവറേജ് ഇന്ത്യൻസിന്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും 500 കിലോ ആയിരിക്കും. ഈ ഒരു വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എഡ്ഡിയോട് എല്ലാ ഡോക്ടേഴ്സും എല്ലാ സയൻറ്റിസ്റ്റും പറഞ്ഞു 500 കിലോ വെയിറ്റ് എടുത്തു പൊക്കുന്നത് ഏതൊരു മനുഷ്യനും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുവരെയും ആരും ഇത് ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ എഡ്ഡി ഹോൾ ഇത് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു. സോ ഇത് അദ്ദേഹത്തിന് എങ്ങനെയാണ് സാധ്യമായത്? ഇതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കേട്ടു നോക്കൂ. When I walked up to the 500 kilo, I wasn't lifting 500 kilo off the floor. I was lifting a car off of my kids. And that's the only way I was able to do that lift. I had to train my brain to put myself in this scenario. ഫ്രണ്ട്സ്, ഇതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈമിംഗ് നിങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അൺസ്റ്റോപ്പബിൾ ആകാൻ സാധിക്കും. പ്രൈമിംഗ് ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ഇത് നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാൽ നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി പ്ലാൻ ചെയ്തതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്ഡി അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ പ്രൈം ചെയ്തത് അദ്ദേഹം വെറും വെയിങ് പ്ലേറ്റ്സിനെ അല്ല എടുത്തു പോകുന്നത്, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മേലെയുള്ള ആ ഒരു കാറിനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഈ ഒരു പ്രൈമിംഗ് നിങ്ങളുടെ ആക്ഷൻസ് ആൻഡ് തോട്ട്സിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാൽ ഇതിലൂടെ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നതിന് പകരം വളരെ ഈസിയാണെന്ന് തോന്നും. ഈസിലി അതിനായിട്ടുള്ള ആക്ഷൻസും നിങ്ങൾക്കെടുക്കാൻ സാധിക്കും. പ്രൈമിംഗ് എന്നുള്ളത് ഒരു പുതിയ കണ്ടെത്തലൊന്നുമല്ല. ഇത് വലിയ സക്സസ്ഫുൾ പീപ്പിൾ, ബിഗ് ബ്രാൻഡ്സ്, കമ്പനീസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവരെല്ലാവരും പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നമ്പർ പ്ലേറ്റ് എന്നുള്ളത് എപ്പോഴും ഗ്രീൻ കളറായിരിക്കും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനെ കാണിക്കണമെങ്കിൽ അത് ഗ്രീൻ കളറായിരിക്കും. എന്തൊക്കെയാണോ എൻവിറോൺമെൻറ്റ്, ക്ലീൻലിനെസ്, സേഫ്റ്റി ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഗ്രീൻ ആയിരിക്കും. ഇതെല്ലാം പ്രൈമിങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഇന്ത്യൻ പാരൻസും പ്രൈമിങ്ങിനെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക, അല്ലെങ്കിൽ ജീവിതം പാഴാകും, ഡിഗ്രി ഇല്ലെങ്കിൽ ജോലി ലഭിക്കില്ല, ജോലി ഇല്ലെങ്കിൽ ആരും പെണ്ണ് തരില്ല, ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നൽകില്ല, ലോകം നിന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഇത്തരത്തിൽ പ്രൈം ചെയ്യപ്പെടുന്നു. സോ പ്രൈമിങ് നമ്മുടെ ചോയ്സസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഹൗ യുവർ ചോയ്സസ് ആർ ഇൻഫ്ലുവൻസ്ഡ്? UK നടത്തിയ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻസ്റ്റോർ മ്യൂസിക് ഓൺ വൈൻ സെലക്ഷൻസ് എന്ന റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത് സൂപ്പർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് വൈൻ്റെ സെയിൽസിനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചു, എപ്പോഴാണ് സ്റ്റോറിൽ ഫ്രഞ്ച് മ്യൂസിക് പ്ലേ ചെയ്തത് അപ്പോൾ കൂടുതൽ ആളുകളും വാങ്ങിയത് ഫ്രഞ്ച് വൈനായിരുന്നു. എന്നാൽ സ്റ്റോറിൽ ജർമ്മൻ മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ അപ്പോൾ ജർമ്മൻ വൈൻസിൻ്റെ സെയിൽസ് നന്നായി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഒരേ ടൈപ്പ് കോണ്ടന്റ് റീപ്പീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫീഡിലേക്ക് ബൈക്കുമായി ബന്ധപ്പെട്ട റീൽസ് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ നിങ്ങളുടെ ആ ഒരു പഴയ സ്കൂട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൽ ഒരുപാട് ബൈക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബ്രെയിൻ അതേപറ്റി അറിയാൻ വളരെ ക്യൂരിയസ് ആയിരിക്കും, ഏത് ബൈക്കാണ് നല്ലത്, ഏതാണ് നന്നല്ലാത്തത് എന്ന്. ശേഷം നിങ്ങൾക്കും ആ ഒരു ബൈക്ക് വാങ്ങണമെന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു ബൈക്കിൻ്റെ ആവശ്യം അപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ബ്രെയിനിനെ അതിനായിട്ട് പ്രൈം ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള മെസ്സേജ് എത്തുന്നു. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ മൈൻഡ് അത് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങളെ തേടും. ഇതുപോലെ നമ്മുടെ ഡെയിലി ആക്ഷൻസും ഈ ഒരു പ്രൈമിൻ്റെ ഇൻഫ്ലുവൻസിലൂടെയാണ് നടക്കുന്നത്. സോ ഈ ഒരു ഇൻഫ്ലുവൻസിനെ നിങ്ങൾ കോൺഷ്യസ്ലി കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പോസിറ്റീവ്ലി ഷേപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ ഡയറക്ഷനിൽ നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കും. സോ എങ്ങനെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൈം ചെയ്യാൻ സാധിക്കും? ഇതിനുള്ള വഴിയാണ് ദ സീക്രട്ട് ഓഫ് ദ സബ് കോൺഷ്യസ്. ഒരു ആവറേജ് ഹ്യൂമൻ ഡെയിലി 35,000 ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതായത് ഓരോ മണിക്കൂറിലും ഏകദേശം 2,000 ഡിസിഷൻസ്, ഓരോ 2 സെക്കൻഡിലും ഒരു ഡിസിഷൻ. ഈ ഡിസിഷൻസിലെ ഭൂരിഭാഗം ഡിസിഷൻസും എടുക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുള്ളാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റ് ഇതിനെ ബേസ് ചെയ്താണ്. ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക. സോ ഇതാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ലേസി ആണോ, എനർജറ്റിക് ആണോ, ഡിസിപ്ലിൻഡ് ആണോ.
അതോ ഒരു പ്രൊക്രാസ്റ്റിനേറ്റർ ആണോ എന്ന് ജസ്റ്റ് ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ബ്രെയിൻ എല്ലാ ഡിസിഷൻസും നിങ്ങൾക്ക് ഫേവറബിൾ ആകുന്ന രീതിയിൽ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മുഴുവനായിട്ടും മാറും. ഇവിടെയാണ് പ്രൈമിംഗ് അതിൻ്റെ മാജിക് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നൽകും. പ്രൈമിംഗ് പല വിധത്തിലുണ്ട്. ഇതിൽ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ. 5 ടൈപ്സ് ഓഫ് പ്രൈമിംഗ്. 5 ടൈപ്പ് ഉണ്ട് ഫ്രണ്ട്സ്. അതിനു മുന്നേ നിങ്ങളും ഇത്തരത്തിൽ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ്, അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ ഒരുപാടധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 1 വിഷ്വൽ പ്രൈമിംഗ്. വിഷ്വൽ പ്രൈമിംഗ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇമേജ്, കളർ അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസിനെ നിങ്ങളുടെ സ്പെസിഫിക് ഗോൾസുമായിട്ട് അലൈൻ ചെയ്യണം. അതായത് പ്രൈമിംഗ് ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷ്വൽ സ്റ്റിമുലൈ യൂസ് ചെയ്യണം. വിഷ്വൽ പ്രൈമിംഗ് എപ്പോൾ സാധ്യമാകുമെന്നാൽ ഒരാൾ ഏതെങ്കിലും ഒരു വിഷ്വൽ സ്റ്റിമുലയോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ ആസ്പിറേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വിഷ്വൽസിനെ കാണുമ്പോൾ അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ ഒരു വലിയ വൈറ്റ് ഡ്രോയിങ് ഷീറ്റ് എടുക്കുക. നിങ്ങളുടെ ചുമരിൻ്റെ മാക്സിമം ഏരിയാസ് അതിന് കവർ ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസിൻ്റെ സ്കെച്ച് അത് എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ഡ്രീം കാർ, ഹൗസ്, ബോഡി ഫിസിക് അതിനെ നിങ്ങളുടെ കൈ കൊണ്ട് അതിൽ വരയുക. നിങ്ങൾ ചെറിയ ചെറിയ ഗോളിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഫോൺ വാങ്ങണം, ഹെഡ്ഫോൺ വാങ്ങണം എന്നുള്ളതാണെങ്കിൽ അതിനായിട്ടൊരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദിവസവും അതിനെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. കളർ ചെയ്യുക, ഷേപ്പ് ചെയ്യുക, ഓരോ ഡീറ്റെയിലും ഡെയിലി ക്രിയേറ്റ് ചെയ്യുക. അത് നല്ലതോ മോശമോ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു ഡ്രോയിങ് പതിയെ പതിയെ റിയാലിറ്റി ആകും തോറും നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കാര്യത്തോട് പ്രൈം ആകാൻ തുടങ്ങും. നമ്പർ 2 മ്യൂസിക്കൽ പ്രൈമിംഗ്. നിങ്ങളുടെ മൂഡ്, എനർജി ലെവൽ, ഫോക്കസ് ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു പവർഫുൾ ടൂളാണ് മ്യൂസിക്. നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് നിങ്ങളുടെ മൈൻഡിനെ പെർഫോം ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എനർജൈസ് ചെയ്യാൻ പ്രൈം ചെയ്യും. മ്യൂസിക്കിലൂടെ നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് പെർഫോമൻസിനെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും. ആൻഡ് മ്യൂസിക്കിൻ്റെ യൂസേജ് ബ്രാൻഡ് അവെയർനെസ് ആൻഡ് റീകോൾ മെമ്മറിയെ ഇമ്പ്രൂവ് ആക്കാനും സഹായിക്കും. ഇത് കൂടാതെ മ്യൂസിക്കിലൂടെ ലിസണേഴ്സിൻ്റെ മൈൻഡിൽ ഒരു സ്ട്രോങ് ഇമോഷനെ ബിൽഡ് ചെയ്യാനും സാധിക്കും. ഏതെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ് ടോൺ ഏതാണോ നിങ്ങളുടെ ഗോളിനെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് അത് കേൾക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അത്ലറ്റ് ആകണമെങ്കിൽ അപ്പോൾ ബാഗ് മിൽക്ക ബാഗ് എന്ന മൂവിയിലെ ജിന്ദ എന്ന സോങ് കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ആക്കി വയ്ക്കും. നമ്പർ 3 ഇമാജിനേഷൻ പ്രൈമിംഗ്. ഇമാജിനേഷൻ പ്രൈമിങ്ങിൽ ആളുകൾ അവരുടെ മനസ്സിൽ വെവ്വേറെ സിനാരിയോസിനെ ഇമാജിൻ ചെയ്യും. റിയൽ ലൈഫ് ഔട്ട്പുട്ടിന് വേണ്ടി മെൻ്റലി അവരെ പ്രിപ്പയർ ചെയ്യാൻ. എങ്ങനെയാണെന്നാൽ സക്സസ് ആൻഡ് ചാലഞ്ചസിനെ ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഓൾറെഡി ആ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ പ്രൈം ചെയ്യാൻ സാധിക്കും. ഇമാജിനേഷൻ പ്രൈമിങ്ങിൽ ആളുകളുടെ ഇമാജിനേഷൻ അവരുടെ പെർസെപ്ഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഒരു പ്രൈമിംഗ് സ്പോർട്സ് ആൻഡ് കൗൺസിലിങ്ങിൽ ഒരു തെറാപ്പി പോലെ യൂസ് ചെയ്യുന്നു. ചില എക്സാമ്പിൾസിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. ബോളിവുഡ് ആക്ടേഴ്സ് അവർ പെർഫോം ചെയ്യുന്നതിന് മുന്നേ ഫിസിക്കലി ആൻഡ് മെൻ്റലി റിഹേഴ്സൽ ചെയ്യും. ഇതിലവർ ഓഡിയൻസ് അവരെ പ്രശംസിക്കുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യും. ഇതിലൂടെ അവർക്ക് കോൺഫിഡൻസ് ആൻഡ് എനർജി ലഭിക്കും. നമ്പർ 4 വെർബൽ പ്രൈമിംഗ്. വെർബൽ പ്രൈമിങ്ങിൻ്റെ ഉപയോഗം ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ നേച്ചർ മനസ്സിലാക്കാൻ സഹായിക്കും. ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്നാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ചില അൺകോൺഷ്യസ് ഇമ്പാക്റ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് വേർഡ്സ്, പെർട്ടിക്കുലർ ഫ്രേസസ് ഇതൊക്കെ യൂസ് ചെയ്യാം. വേർഡ്സ് നിങ്ങളുടെ ബിഹേവിയർ ആൻഡ് ബിലീഫ് സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് അഫർമേഷൻസ് നിങ്ങളുടെ മൈൻഡിനെ കോൺഫിഡൻറ്റ്, ഫോക്കസ് ആൻഡ് റെസീലിയൻ്റ് ആയിട്ട് പ്രൈം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴൊക്കെയാണോ ലൈഫിൽ ലോ ആൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ MS ധോണി പറഞ്ഞ ഈ ഒരു ലൈൻ റിപ്പീറ്റ് ആയിട്ട് ഓർത്തുകൊണ്ടേയിരിക്കും. അതായത് ലൈഫിൽ നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലാത്തവയെ വിടുക, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ ലഭിക്കുമെന്ന്. നമ്പർ 5 എൻവിറോൺമെൻറ്റൽ പ്രൈമിംഗ്.
നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലീൻ, ഓർഗനൈസ്ഡ് ആൻഡ് ഇൻസ്പയറിംഗ് എൻവിറോൺമെൻറ്റ് നിങ്ങളുടെ ബ്രെയിനിനെ ഫോക്കസ് ആൻഡ് എഫിഷ്യൻസിക്കായി പ്രൈം ചെയ്യുന്നു. എന്നാൽ മെസ്സി ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് ഡിസ്ട്രാക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. വർക്ക് പ്ലേസിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് എൻവിറോൺമെൻറ്റൽ പ്രൈമിംഗ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതേ പറ്റിയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ വീട് വൃത്തിയാക്കി വിളക്ക് വയ്ക്കും, അല്ലേ? ഒരു പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവിറോൺമെൻറ്റ് ഇതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കുടുംബത്തിൻ്റെ ഹാപ്പിനെസ് ആൻഡ് പ്രോസ്പെരിറ്റിയെ പ്രൈം ചെയ്യും. നിങ്ങളുടെ റൂം, സ്റ്റഡി ടേബിൾ, നിങ്ങളുടെ സറൗണ്ടിങ്സ് ഇതിനെ എങ്ങനെ പ്രൈം ചെയ്യണമെന്നാൽ ഇത് നിങ്ങളെ ഫോഴ്സ് ചെയ്യണം ആ ഒരു വർക്ക് ചെയ്യാൻ. എന്ത് ചെയ്യാനാണോ നിങ്ങളെ പ്രൈം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത്. സോ ഇതാണ് പ്രൈമിംഗ്. ഇതിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനെ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ 3 minutes ട്രാൻസ്ഫോർമേഷൻ റൂട്ടീൻ യൂസ് ചെയ്യുക. ഈ 3 minutesലെ 3 എസെൻഷ്യൽ സ്റ്റെപ്സ് നിങ്ങളുടെ മൈൻഡിനെ ഒരു പ്രൊഡക്റ്റീവ്, പോസിറ്റീവ് ആൻഡ് ഫോക്കസ്ഡ് ഡേക്കായി പ്രൈം ചെയ്യും. സോ നമ്പർ 1, പോസിറ്റീവ് അഫർമേഷൻസ് 1 minute. നിങ്ങളുടെ ഓരോ ദിവസവും ചില എംപവറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഫോക്കസ്ഡ് ആണ്, ഞാൻ എൻ്റെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ എല്ലാ ഗോൾസിനെയും ഞാൻ അച്ചീവ് ചെയ്യും. ഇത് നിങ്ങളിലെ സെൽഫ് ഡൗട്ട്സിനെ ഇല്ലാതാക്കി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സൊല്യൂഷൻസിലേക്ക് പ്രൈം ചെയ്യും. സെക്കൻഡ്, ഗ്രാറ്റിറ്റ്യൂഡ് 1 minute. 1 minute നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളോടാണ് താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് എന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ബിക്കോസ് ഞാനിപ്പോൾ തെരുവിലല്ല ഉള്ളത്. ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, എൻ്റെ കയ്യിലിപ്പോൾ ഫോൺ ആൻഡ് ഇൻ്റർനെറ്റ് ഉണ്ട്, ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട നോളജ് എനിക്ക് നേടിയെടുക്കാം. ഞാൻ എൻ്റെ ഹെൽത്തിനോട് വളരെ താങ്ക്ഫുൾ ആണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ, ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ പ്രൊമോട്ട് ചെയ്യും. ഞാനും ഡെയിലി ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തേർഡ്, വിഷ്വലൈസേഷൻ 1 minute. നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചറിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? ആ ഒരു സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ പറ്റി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഗോൾസിന് ഒരു ക്ലാരിറ്റി നൽകും ആൻഡ് ബ്രെയിനിലെ ന്യൂറൽ പാത്വേസിനെ ആക്ടിവേറ്റ് ചെയ്യും. വിഷ്വലൈസേഷൻ സബ് കോൺഷ്യസ് മൈൻഡിനെ തോട്ട്സ്, ബിഹേവിയർ ആൻഡ് ആക്ഷൻസുമായിട്ട് അലൈൻ ചെയ്യും. നിങ്ങൾ ഈ ഒരു റൂട്ടീൻ ദിവസവും 6 minute ഫോളോ ചെയ്യുക. ഓരോ സ്റ്റെപ്പിനും 2 minute ടൈം കൊടുക്കുക. പതിയെ ഇതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരിക. ലൈക്ക് 10 to 15 minutes. എന്നാൽ ഫസ്റ്റ് നിങ്ങൾ വെറും 3 minute വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.